UDF കൺവെൻഷനിൽ പാണക്കാട് കുടുംബം പങ്കെടുത്തില്ലെന്ന വിവാദങ്ങൾക്കിടെ ആര്യാടൻ ഷൌക്കത്തിന്റെ പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ മറ്റു പരിപാടികൾ ഉള്ളതുകൊണ്ടാണ് കൺവെൻഷന് എത്താൻ കഴിയാതിരുന്നതെന്ന് അബ്ബാസ് അലി തങ്ങൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു. LDF സ്ഥാനാർത്ഥി M സ്വരാജ് ഇന്ന് പോത്തുകല്ലിൽ പര്യടനം നടത്തി. നിലമ്പൂർ കോവിലകത്തും മാർക്കറ്റിലുമായിരുന്നു NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ പ്രചാരണം. നിലമ്പൂരിലെ UDF കൺവെൻഷനിലെ പാണക്കാട് കുടുംബാംഗങ്ങളുടെ അസാന്നിധ്യം ചർച്ചയായതിനു പിന്നാലെയാണ് ഇന്ന് പോത്തുകലിൽ അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ പ്രചാരണ പരിപാടിക്കെത്തിയത്. നൂറുകണക്കിന് പ്രവർത്തകരുടെ പങ്കാളിത്തത്തോടെ മുണ്ടേരിയിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത്. വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൌക്കത്ത് വിജയിക്കുമെന്ന് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൌക്കത്ത് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും. അതിന് ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി ശക്തമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. അത് തുടക്കം മുതൽ തന്നെ ജന്മനാടായ പോത്തുകലിൽ വോട്ട് ചോദിക്കാനെത്തിയ LDF സ്ഥാനാർത്ഥി M സ്വരാജിനെ ആവേശത്തോടെയാണ് പ്രവർത്തകർ വരവേറ്റത്. BJPയുടേത് സ്പോൺസേഡ് സ്ഥാനാർത്ഥിയാണെന്ന ഇടതു വലതു മുന്നണികളുടെ ആരോപണങ്ങൾക്കുള്ള NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ഞാനങ്ങനെ ആരുടെയും സ്പോൺസേഡ് സ്ഥാനാർത്ഥിയൊന്നുമല്ല. ഞാൻ BJPയുടെ സ്ഥാനാർത്ഥിയാണ്. ഭാരതീയ ജനതാ പാർട്ടി ആണ് എന്നെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. അവർക്ക് മനസ്സിലായി എൻ്റെ സ്ഥാനാർത്ഥിത്വം അവർക്ക് ഭീഷണിയാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് അവരങ്ങനെ വയ്ക്കുന്നത്. വിധി എഴുതാൻ കുറഞ്ഞ ദിവസങ്ങൾ ബാക്കി നിൽക്കെ നിലമ്പൂരിൽ മുന്നണികളുടെ പ്രചരണങ്ങൾക്കും ചൂടുപിടിച്ചിരിക്കുകയാണ്. റിപ്പോർട്ടർ, നിലമ്പൂർ.